എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നത് കയ്യിൽ കാണുമ്പോഴറിയാം ചക്ക ഇങ്ങനെ ചക്ക തോരൻ വെക്കാമെന്നാണ് കേട്ടോ നോക്കുന്നത്. അപ്പം ആദ്യം ചക്ക നമ്മൾ ക്ലീനാക്കി ഇങ്ങനെ കട്ട് ചെയ്യണം. നമ്മൾ ഇതിൽ കാണുന്ന പോലെ ഭയങ്കര എളുപ്പമൊന്നുമല്ല കേട്ടോ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യണത് കുറച്ച് കഷ്ടമുള്ള പരിപാടിയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ചക്കക്കുരുവൊക്കെ ഇടുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുക്കാൻ ഭയങ്കര കഷ്ടമാണ് കേട്ടോ. കഷ്ടമാണെങ്കിൽ എന്താ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ കട്ട് ചെയ്ത് ഈ ഒരു രീതിയിലാക്കിയ ശേഷം നമ്മൾ മാക്സിമം മൺചട്ടിയിലേക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് എണ്ണ, പിന്നെ ആവശ്യത്തിനുള്ള കടുക്, വറ്റൽമുളക്, പിന്നെ കറിവേപ്പില, ഇതൊക്കെ മൂന്നും കൂടെ നല്ല ഇങ്ങനെ നമുക്കറിയാലോ നല്ല ഇതായ ശേഷം ഈ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ചക്കേനൊന്ന് നമ്മളതിൽ ഇടണം. കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഇടണം കേട്ടോ. അടുത്ത് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇപ്പം നിങ്ങൾക്ക് ഒരു കണക്കിന് ഉപ്പ് അറിയാലോ, ഒരാവശ്യത്തിന് ഉപ്പിട്ട ശേഷം ഒന്ന് മൂടി വയ്ക്കണം. മൂടി വയ്ക്കുന്ന സമയം നമുക്ക് അരപ്പിന് നോക്കാം. തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, കുറച്ച് വെളുത്തുള്ളി നിറയണം. കാരണം വെളുത്തുള്ളി ഇടുക എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവും ഈ ചക്കയൊക്കെ. അതുകൊണ്ടാണ് കുറച്ച് നിറയെ വെളുത്തുള്ളി ഇടണമെന്ന് പറയുന്നത്. അപ്പം ഈ കൺസിസ്റ്റൻറ്റിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ അരപ്പ് അല്പം തട്ടി നല്ല ഒന്ന് ഏകദേശം ഇത് വേവാറായി കേട്ടോ. വേവാറായില്ലേ, വെന്തു കേട്ടോ ഏകദേശം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ല അരപ്പ് 4 സൈഡും വരുന്നത് വരെ നല്ല കുരുമുളക് പൊടിയും നല്ലതാണ്, നമ്മളെ വയറിനും നല്ലതാണ്. അതിനാണ് ഞാൻ കുരുമുളക് പൊടി ഇട്ടത്. ഇപ്പോൾ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇടണ്ട, ഇഷ്ടമുള്ളവർക്ക് ഇടാം കുരുമുളക് പൊടിയും കൂടി ഇട്ട ശേഷം. അപ്പോൾ ഇതിൽ ഇച്ചിരി വെള്ളം വേണ്ട, കുറച്ച് കട്ടിയായിട്ടുള്ളവർക്ക് വെള്ളം കുറച്ച് ഒഴിവാക്കാം. അല്ലാത്തവർക്ക് ഇതേ കൺസിസ്റ്റൻറ്റിൽ തന്നെ പോട്ടെ വെള്ളം, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 സെക്കൻഡ് മൂടി വെച്ച ശേഷം അടുത്തിന് പിന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്ക് അടിപൊളി ചക്ക റെഡിയായി. നല്ല മീനിനോടെയോ അല്ലെങ്കിൽ നമുക്ക് സാധാ തന്നെ കഴിക്കാം. ബൈ.